Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Okay. Good afternoon to all. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസത്തിന്റെ നോട്ട് കിട്ടിയായിരുന്നോ? ഏ കേട്ടില്ല എന്നാ പറഞ്ഞ? ഡിഫൻസ് കിട്ടിയിട്ടില്ല. മെക്കാനിസം ഇല്ല, മിസ് കിട്ടിയിട്ടില്ല. അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ ഗൂഗിൾ ക്ലാസ് റൂമില്. ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നോ? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടില്ല. അതെന്തൊക്കെ അയച്ചിട്ടുണ്ടല്ലോ.
ഇല്ല അയച്ചിട്ടില്ല മാം. അയച്ചിട്ടില്ല, ക്ലാസ് റൂമിലില്ല. ക്ലാസ് റൂമിലില്ല. ഇല്ല. ക്ലാസ് കഴിഞ്ഞപ്പോ ഇത് തന്നെ ആരോ പറഞ്ഞല്ലോ കിട്ടിയെന്ന്. ഇല്ല, കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇല്ല കിട്ടിയിട്ടില്ല. ആണോ? കൊടുത്തിട്ടുണ്ട്, നമ്മളവിടെ എഴുതിയാക്കണേ. ഡിഫൻസ് മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ഇല്ല മിസ്. ഇല്ല. അതും കിട്ടിയില്ല. ടോട്ടൽ 2 ചാപ്റ്ററിന് കിട്ടാനുണ്ട്. ഞാനതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ. കൊടുത്ത് ചാപ്റ്റർ തീരുമ്പോ തന്നെ കൊടുത്തു വിടുന്നതാ. അവർ ഇടാത്ത എന്താന്ന് അറിയില്ല, ചെക്ക് ചെയ്യാട്ടോ. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയണേ. ഒന്നില്ലെങ്കിൽ ടെക്നിക്കൽ ടീമിനൊന്ന് കോണ്ടാക്ട് ചെയ്യാം കിട്ടുന്നില്ലെങ്കിൽ. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ചോദിക്കാട്ടോ. ഡിഫൻസ് മെക്കാനിക്സിൽ നിങ്ങളതെല്ലാം ഞാൻ ഷോർട്ട് ആക്കിയത് നോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻ, ചെറിയൊരു ഡെഫിനിഷനും പിന്നെ ഓരോന്നും ചെറിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട് പോലെ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് ഞാനല്ലല്ലോ എടുക്കുന്നേ, അപർണാസ് അല്ലേ? അതെ. ഞാൻ ഫുള്ള് സൈക്കോളജി പാർട്ട് മാത്രമാണ് കേട്ടോ. പാർട്ട് 1 ആയിരിക്കും അപർണ എടുക്കുന്നത്. അതെ. ഡിഫൻസ് മെക്കാനിക്സിൽ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് എല്ലാവരും ഓരോ എക്സാമ്പിൾ കൊടുത്തിട്ടാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് അത് ഏത് മെക്കാനിസം ആണ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് ശരിക്കും ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ചാപ്റ്റർ 4. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണ്? വൈജ്ഞാനിക വികാസം. വൈജ്ഞാനിക വികാസം. The capacity of the child. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം മിസ്സേ. കേൾക്കുന്നുണ്ട്. പ്രയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പാടിയില്ലാരും? ഡിഫൻസ് മെക്കാനിസം ഫുള്ള് തീർന്നോ? എന്താണ്? ഡിഫൻസ് മെക്കാനിസം ഫുള്ള് കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞില്ലേ? ഇല്ല, 6 എണ്ണമാണ് എടുത്തത്. 6 എടുത്തോളാം. ഇല്ല, ഫുള്ള് എടുത്തില്ല. ആണോ? ആ, എനിക്ക് 6 അല്ലേ? ഇനി 7 തൊട്ട് എടുക്കാനുണ്ട്. എവിടെ നോക്കിയാണ്? ദിവസം വരെയാണ് എടുത്തത്. സപ്ലിമേഷൻ വരെ എടുത്തു. കംപ്ലീറ്റ് ചെയ്തോളാണല്ലോ വിദ്യാർത്ഥിനെ. ഇതൊക്കെ വേറെ ക്ലാസ്സിലായിരിക്കും. എവിടം വരെ എടുത്ത? ഏത് ഡിഫൻസ് മെക്കാനിസം വരെ പറഞ്ഞത്? 6 സപ്ലിമേഷൻ സപ്ലിമേഷൻ. ഗെയിം ചെക്ക് ചെയ്തിട്ട് കേട്ടോ. മാം, 8ാമത്തെ പോയിന്റ് എടുക്കേണ്ടത്. 7th എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഡേ ഡ്രീമിംഗ് ഒക്കെ പറഞ്ഞത് ഈ ക്ലാസ്സിലല്ലേ? ഫാന്റസി ഡേ ഡ്രീമിംഗ് ഒക്കെ അല്ല, പറഞ്ഞിട്ടില്ല. മിസ്സിന് സബ്ലിമേഷൻ വരെ എടുത്തു. പിന്നെ ടൈം കുറവായതുകൊണ്ട് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയെല്ലാം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വന്നില്ലല്ലോ.
നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇന്നാ വരുന്നത്. തേഴ്സ്ഡേ എടുത്തല്ലോ. ഇല്ല, കഴിഞ്ഞ 5-ാം തീയതി മാസില്ല. ഇല്ല മാം, സപ്ലിമേഷൻ വരെ എടുത്തിട്ടുള്ളൂ. ആണോ? 6 വരെ എടുത്തിട്ടുള്ളൂ. ഞാൻ ആ ചാപ്റ്റർ തീർന്നു പറഞ്ഞിട്ട് നോട്ട്സ് ഒക്കെ അവിടെ വെച്ചിട്ട് പോകുന്നേ. തുടങ്ങാറ് അത് ഇന്നലെ പ്രിപ്പയർ ചെയ്തോ? സോറി, അത് എല്ലാ ക്ലാസ്സിലും എടുക്കുന്നുണ്ട്. എവിടെയൊക്കെ തീർന്നു? ഞാൻ 6-5 തോന്നുന്നു കംപ്ലീറ്റ് ചെയ്തത്. ഡിഫൻസ് മെക്കാനിസം IS-75 കംപ്ലീറ്റ് ചെയ്തത്. 6 ആണെന്ന് വിചാരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതാണ്, സോറി, ക്ഷമിക്കണം നിങ്ങള്. കഴിഞ്ഞു ഓർത്താണ് കേട്ടോ. ഓക്കെ, അത് ഇതിപ്പോ ഒരു PDF-ലൂടെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അതിന്റെ ക്വസ്റ്റ്യൻസ് അടക്കം ഞാൻ കൊടുത്തു നിങ്ങൾക്ക്. 96 എന്ന് പറഞ്ഞ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻസ് അടക്കം ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അയക്കാൻ വേണ്ടി ടെക്നിക്കൽ ടൈമിൽ കൊടുക്കുകയും ചെയ്തു. വന്നത് 5-ന്റെ മിസ് ക്വസ്റ്റ്യൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. ഞാൻ എന്നിട്ട് പോയി അത് സ്ക്രോൾ. ഓക്കെ. യെസ്, ഇപ്പോ PDF ഇല്ലാതൊക്കെ പറ്റിയപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും യൂണിറ്റ് 4 തുടങ്ങാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ഭാഗങ്ങളല്ലേ എടുക്കാനുള്ളൂ. സപ്ലിമേഷൻ വരെ എടുത്തല്ലേ? റിഗ്രഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, നെഗറ്റിവിസം, ബേബ്രിങ്, അത് 4 എടുക്കാനുണ്ടാവുള്ളായിരിക്കും. ഇവിടെ പ്രിന്റ് ഓക്കെ. നിങ്ങൾ യെസ്, യൂണിറ്റ് 4 തന്നെ എടുക്കാം കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തന്നെ എടുക്കാം. ചാപ്റ്റർ ഇല്ലേ കയ്യില്? അപ്പൊ മറ്റേ ലെസൺ ഫിനിഷ് ആയിട്ടില്ലല്ലോ, അപ്പൊ അത് പിന്നെ ഫിനിഷ് ആക്കാനാ? അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തുതരാം കേട്ടോ. എന്തെങ്കിലും വിഷയമുണ്ടോ? അല്ല, നോട്ട്സ് പകുതി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ പ്രശ്നമാകുമോ പറഞ്ഞിട്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു 2 പേജ് അങ്ങ് വിട്ടേക്ക്, വേറെ ഒന്നുമില്ല. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ അതെല്ലാം ഡിഫറൻസ് മെക്കാനിക്സിന്റെ ഡെഫിനേഷൻസും ബാക്കി ഷോർട്ട് ആക്കിയതൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യും. ഈ ചാപ്റ്റർ എടുക്കണ്ടതാണ്. ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്താൽ മാമിനെ എടുക്കാൻ പറ്റുമോ? ഞാൻ എന്റെ നോട്ട്സ് കൊണ്ടുവന്നിട്ടില്ല. ഞാനത് ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി മിസ്സേ. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി. ഡെഫിനിഷൻ എല്ലാം കൂടി എല്ലാം ഗൂഗിൾ ക്ലാസ് ഇട്ടാൽ മതിയോ? ടീച്ചറെ സൗകര്യം പോലെ ചെയ്താൽ മതി. എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു എന്ന് ഓർത്താൻ പിള്ളേരെ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാക്കി കൊടുത്തേ. ഞാൻ ഏതോ ഡയട്രിങ്ങിലായിരുന്നു. എന്തോ മാറിപ്പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആർക്കും പറ്റാലോ. സോറി കേട്ടോ. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ തന്നെ നോക്കാം. മറ്റേത് കുറച്ച് ഭാഗമുള്ളൂ, അത് അവിടെ കിടക്കട്ടെ. അത് ഒരു 2 പേജസ് വിട്ടേക്കും നിങ്ങൾ കേട്ടോ. ഓക്കെ, നമുക്ക് യൂണിറ്റ് 4 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നോക്കാം. വൈജ്ഞാനിക വികാസം. ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. കുറച്ചൊരു ഭാഗം എടുക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രം എടുക്കാം. The capacity of the child to interpret her reflex action according to the stimulus. വോയിസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. Yes. The capacity of the child to interpret her reflex action according to the stimulus is the beginning of cognitive development. എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ? സ്റ്റിമുലസ്, ആക്ഷൻ അക്കോർഡിംഗ് ടു സ്റ്റിമുലസ്. ഒരു കുട്ടിയിലെ വൈജ്ഞാനിക വികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയിൽ ഉണ്ടാകുന്ന ആക്ഷൻസ് ആണ്, അല്ലെ? ബിഹേവിയർലെസ് ഉണ്ടാകുന്ന ഒരു ആക്ഷൻസ് ആണ് എന്ത്? സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല്. ഏകോപിപ്പിക്കുക എന്നുള്ള അർത്ഥമാണോ? ഉത്തേജനം, അല്ലെ? ഉത്തേജനം എന്നുള്ള മീനിങ് ആണ് ഇത് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല്. അതായത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞാൽ എന്താ സ്റ്റിമുലസ് എന്ന്? ഒരു കുട്ടി ഒരു
മെഴുകുതിരി അല്ലെ, കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയില് ആ കുട്ടി ഒന്ന് കൈ, കുട്ടി കേട്ടോ, കുഞ്ഞു കുട്ടിയാണ്, കൈ അറിയാതെ എന്താണ്, ആ കുട്ടിക്ക് അറിയില്ല അത് തൊട്ടാല് പൊള്ളൂന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടി എന്താണ് തീ കാണുമ്പോ തൊടുന്നു അല്ലെ, തീ കാണുന്നതാണ് എന്ത് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. തീ കണ്ട ശേഷം അത് പൊള്ളിയ കുട്ടിക്ക് അല്ലെ, കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പൊള്ളലേറ്റു, പെട്ടെന്ന് കുട്ടി കൈ പിൻവലിച്ചു, പൊള്ളിയതാണ് കുട്ടിക്ക് എന്ത് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി ആ ഒരു സാധനം കണ്ടു അല്ലെ, അതിനോട് റിയാക്ട് ചെയ്യാനായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ പൊള്ളലേക്കും കുട്ടിക്ക് അറിയില്ല, അതിൽ തൊട്ടാല് തന്റെ കൈ പൊള്ളുമെന്ന് കുഞ്ഞിന് അറിയില്ല അല്ലെ. അപ്പൊ കുഞ്ഞ് ആ ഒരു സമയത്ത് എന്താണ് കൈ വയ്ക്കലും, കുട്ടിക്ക് പെട്ടെന്ന് പൊള്ളി കുട്ടി കൈ വലിക്കുന്നു. ആ സമയത്ത് കുട്ടിക്ക് അവിടെ റെസ്പോൺസ് ഉണ്ടായി അല്ലെ, ബിഹേവിയറിൽ ബോഡിയിലാണ് ആ കുട്ടിക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റിമുലസും റെസ്പോൺസും ഇന്റർറിലേറ്റഡ് ആണ്, ഇന്റർഗ്രേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലേക്ക് വലിയൊരു ലൈറ്റ്, വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് അതാണ് സ്റ്റിമുലസ്. കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ കണ്ണടയ്ക്കും. നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ആ ഒരു കോഗ്നിറ്റീവ് സ്റ്റേജ് തുടങ്ങുന്നത് എപ്പോഴാണ്, കോഗ്നിറ്റീവ് സ്റ്റേജ് തുടങ്ങുന്നത് നമ്മൾ തിരിച്ചറിയാത്ത പ്രായത്തിൽ നിന്നാണ് നമ്മൾ തിരിച്ചറിവിലേക്ക് ആദ്യം ചുവട് വയ്ക്കുന്നത് അല്ലെ. നമുക്ക് ആദ്യം ഒന്നും അറിയില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ബിഗിനിങ് എന്ന് പറയുന്നത് ഓരോ ആക്ഷൻസിൽ കൂടിയാണ് അല്ലെ. ഓരോ ആക്ഷൻസിൽ നിന്ന് നമുക്കൊരു നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ബോഡിക്ക് ഉണ്ടാകുന്ന വേദന, പെയിൻ, അതുപോലെ തന്നെ എന്താണ് സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോഡി ബിഹേവിയറൽ ചേഞ്ചസിൽ വരുന്ന മാറ്റങ്ങളാണ് എന്ത് സ്റ്റിമുലസ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഉത്തേജനം എന്ന് മലയാളത്തിൽ പറയാം. എന്താണ് ഉത്തേജിക്കപ്പെടുക എന്ന് പറഞ്ഞാല്, എന്താ, ഇൻട്രസ്റ്റ് എന്നുള്ള അർത്ഥമാണോ? ഇൻട്രസ്റ്റഡ് ആകുക എന്നല്ല. നമ്മളിപ്പോ നമ്മൾക്ക് അവളെ തൊട്ടു, അപ്പൊ നമുക്ക് പെട്ടെന്ന് തൊടൽ മനസ്സിലായി അല്ലെ, ടച്ചിങ് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു, നമ്മുടെ ബോഡിയിൽ നമ്മൾ തൊട്ടപ്പോ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അവിടെ ആ ഭാഗം നമുക്ക് എന്താണ് അവിടെ റെസ്പോൺസ് ഉണ്ടാവണം അല്ലെ, നമ്മൾ പെട്ടെന്ന് തൊട്ടപ്പോ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഓക്കെ, അതാണ് സ്റ്റിമുലസ്. ബിഹേവിയറൽ ചേഞ്ചസ് ആണ്, ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ് സ്റ്റിമുലസ് എന്ന മീനിങ്ങിൽ അർത്ഥമാക്കുന്നത്. സ്റ്റിമുലസ് ഡെവലപ്പ് ആവുന്ന സമയത്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് അഡ്ജസ്റ്റ് ടു ദ എൻവയോൺമെന്റ്. അങ്ങനെ നമ്മള് സാവധാനം നമ്മളുടെ പ്രകൃതിയോടും അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റിനോടും സാവധാനം അഡ്ജസ്റ്റ് ചെയ്ത്, ഒരു കുഞ്ഞ് ജനിച്ച് ഒരുവിധം വലുതായി വരുന്ന സമയത്ത് ആക്ഷൻസും അതുപോലെ തന്നെ എന്താണ് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്, ഓരോ പതിയെ ചെറിയ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഓരോ അവന്റെ പരിസ്ഥിതിയോടെ അവൻ പതിയെ ഇണങ്ങിയാണ് ഓരോ കാര്യങ്ങളും ആ കുട്ടി പഠിച്ചു വരുന്നത്. അറൌണ്ട് 6 months ഓഫ് ഏജ് അല്ലെ, ഏകദേശം ഒരു 6 മാസമുള്ള കുട്ടി, 6 മാസമുള്ള കുട്ടിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുള്ളൂ, ഒബ്ജക്ട്സുകളൊക്കെ എടുക്കാനോ ഉപയോഗിക്കാനൊക്കെ കഴിയുന്ന കപ്പാസിറ്റി ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുന്നത്? അല്ല. Around 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. അവൻ എങ്ങനെയാണ് അവന്റെ പരിസ്ഥിതിനെ ആദ്യം മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? കണ്ടും കേട്ടും കൂടിയാണ് അല്ലെ, കണ്ടാണ് കുഞ്ഞ് മനസ്സിലാക്കുന്നില്ല, കുഞ്ഞ് കാണുന്നു അല്ലെ, ഒബ്ജക്ട്സുകളെല്ലാം കാണുന്നു. എന്താണെന്ന് അവൻ ആദ്യമായിട്ട് തന്റെ കണ്ണുകളിലൂടെയാണ് തന്റെ പരിസ്ഥിതി ആദ്യമായിട്ട് അവൻ കാണുന്നത്. They even follow the movement of the object with their eyes. When children hear the word elephant, the mental picture of most children get is of a giant animal with a long trunk and big ears. കുഞ്ഞ് നമ്മൾ പറഞ്ഞു കണ്ണുകൊണ്ടാണ് കുഞ്ഞ് ആദ്യം വിഷ്വൽസ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു ആന എന്ന് പറയുമ്പോൾ ആനയുടെ പിക്ചർ, അത് ആദ്യം ആനയെ അവൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ, അതിന്റെ പിക്ചർ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവന്റെ മനസ്സിലേക്ക് എന്തൊക്കെ പിക്ചർ ആയിരിക്കാം വരുന്നത്? ആ ബേർഡ്, ആന എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ വരുന്നു? അതിന്റെ തുമ്പിക്കൈയും
വലിയ വലിയൊരു മൃഗം നില വലിയൊരു ഭീമാകാരനായ ഒരു മൃഗമാണെന്നുള്ളത് ഒരു മനസ്സിലേക്ക് ആ കുഞ്ഞിന്റെ വരും. അവിടെ വെച്ചാണ് കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നത്? കുഞ്ഞ് തിരിച്ചറിയാൻ തുടങ്ങി അല്ലെ. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വേർഡ് പറയുന്ന സമയത്ത്. പൂച്ച എന്ന് പറയുമ്പോൾ പൂച്ചയുടെ രൂപം കുഞ്ഞിന്റെ മനസ്സിൽ വരുന്നത് ആ ഒരു സമയമാണ് എന്താ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വൈജ്ഞാനിക വികാസം ഒരു കുഞ്ഞില് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇത് ആന മാത്രമല്ല, ഏത് പിക്ചറോ എന്ത് കാണിച്ചാലും ആകാശമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളത്തിന്റെ പിക്ചറോ, വെള്ളം എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ മനസ്സിൽ വെള്ളത്തിന്റെ പിക്ചർ എന്താണെന്നുള്ളത് കുഞ്ഞിന്റെ മനസ്സിൽ അത് തോന്നുന്ന സമയമാണ് എന്നിട്ട് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. They learn about all things they see around them. They continuously manipulate, experiment, try out, explore, discover and learn about objects and people surrounding them. കുട്ടി മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്? ആ ഒരു ടൈമില് അവൻ എക്സ്പീരിമെന്റിലൂടെ അവനെ എന്താണ് ഓരോ പരീക്ഷണങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്ത് ഡിസ്കവർ ചെയ്ത്, അതായത് എന്താണ് കുഞ്ഞെങ്ങനെയായിരിക്കും തന്റെ സറൗണ്ടിങ്സ് മനസ്സിലാക്കിയെടുക്കുന്നത്? എങ്ങനെയായിരിക്കാം മനസ്സിലാക്കിയെടുക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കുന്നു കുഞ്ഞ്? നമ്മൾ പറഞ്ഞു അവന്റെ കണ്ണുകൊണ്ടാണ് അവൻ ഓരോ വസ്തുവിനെയും ആദ്യം കണ്ടുപിടിക്കുന്നത് അല്ലെ. നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുക്കള് കണ്ണുകൊണ്ടാണ് കുഞ്ഞ് ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നെന്താണ് അവൻ തുടർച്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനെ തന്നെ തീർച്ചയായിട്ടും എന്താണ് പരീക്ഷിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അല്ലെ. അതിനുശേഷം എന്താണ് അത് എക്സ്പ്ലോർ ചെയ്യാതെ പര്യവേഷിക്കുക, എക്സ്പ്ലോർ ചെയ്യാതെ എന്താണ് ഇപ്പൊ ഒരു പാവ കിട്ടിയത്, എന്താണ് അതിനുള്ളിൽ എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു, ഡിസ്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെന്താണ് ഓരോ ഒബ്ജക്ട്സുകളും ഓരോന്നും കണ്ടെത്തുന്നു. അതായത് ഏതൊക്കെ ഒബ്ജക്ട്സുകളാണ്, ബോൾ എന്ന് പറഞ്ഞാൽ ബോൾ എന്താണ്, പിന്നെ സ്പൂൺ എന്താണ്, ഗ്ലാസ് എന്താണ്, കളിപ്പാട്ടങ്ങൾ എന്താണ്, എല്ലാ ഒബ്ജക്ട്സിനും വെവ്വേറെ തിരിച്ചറിയാനായിട്ട് കുഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, അവിടെ വെച്ചാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു വളർച്ച നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ചെറിയ കുട്ടികളാണെങ്കിൽ അവരിപ്പോ എന്താണ് ടോയ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇപ്പൊ ആന പൂച്ച എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതില്ലേ. അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേട്ടാല്, ഇപ്പൊ കോഴി പോകുന്ന ശബ്ദം കേട്ടാല് കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചറിയുന്നത് കോഴിയാണ് അല്ലേ. യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഒരു ആക്ഷൻസിലൂടെയാണ് നമ്മളിൽ എന്തുണ്ടാവുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് കുഞ്ഞ് ആദ്യമായിട്ട് പഠിക്കുന്നത് അല്ലെ. അവരെല്ലാം കണ്ടുകൊണ്ട് കണ്ടാണല്ല എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് വാച്ച് ചെയ്തതൊക്കെ കണ്ട് മനസ്സിലാക്കുക. കണ്ടുകൊണ്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് കുട്ടിയിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നൊരു ആശയം കൊണ്ടുവന്നത് ആരാണ്? ജെറോമസ് ബ്രൂണർ ആണ് കേട്ടോ. ജെറോമസ് ബ്രൂണർ ആണ്. ജെറോമസ് ബ്രൂണർ ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ എന്താണ് സ്പെല്ലിംഗ് പറയോ ടീച്ചറെ? യെസ്, JEROME, ജെറോം. S ബ്രൂണർ, BRUNER. ജെറോം എസ് ബ്രൂണർ, അദ്ദേഹമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ആശയത്തിന് 3 സ്റ്റേജസിലൂടെ ഡിഫൈൻ ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ജെറോമസ് ബ്രൂണർ ആണ്. ഒരു കുട്ടിയില് 3 ഘട്ടങ്ങളിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നതെന്നാണ് അദ്ദേഹം തന്റെ പരീക്ഷണത്തിലൂടെ തെളിയിച്ചത്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. As cognitive development proceeds and children thinking ability, their vocabulary also increase to include comparative terms such as big, small, tall, short. അപ്പോ ഒരു കുട്ടിയിലെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന സമയത്ത് കുഞ്ഞെന്താണ് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. തിങ്കിങ് എബിലിറ്റീസ് ഒക്കെ ചെറുതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും.
അവിടെ വെച്ചാണ് കുഞ്ഞ് എന്ത് പഠിക്കുന്നത്? വൊക്കാബുലറീസ് പഠിക്കുന്നത്. വൊക്കാബുലറി എന്താണ്? വൊക്കാബുലറി ഡിക്ഷണറിയാണോ? ഡിക്ഷണറി അല്ലേ? ചെറിയ വാക്കുകൾ അല്ലെ? വൊക്കാബുലറീസ്, വാക്കുകൾ, ഓരോ വാക്കുകളായിട്ട് അവര് പറയാനായിട്ട് ആരംഭിക്കുന്ന ഒരു കാലഘട്ടം. അതെ. പിന്നെന്താണ്? വലുതേതാണ് ചെറുതേതാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം അല്ലെ? ബിഗ്, സ്മോള്, ടോള്, ഷോർട്ട് എന്നൊക്കെ തിരിച്ചറിയാനായിട്ടൊരു എബിലിറ്റി ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സമയത്താണ് കുഞ്ഞുങ്ങളില് ഉണ്ടാവുന്നത്. വൈജ്ഞാനിക വികാസം സംഭവിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളില് വൊക്കാബുലറി പറയുന്നതും അതുപോലെ തന്നെ വലുതേതാണ് ചെറുതേതാണ് ഷോർട്ടോ ടോളോ ഒക്കെ ആ സ്പേഷ്യൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കുഞ്ഞ് തിരിച്ചറിയുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കുഞ്ഞിനെ തിരിച്ചറിയാവുന്നു. ഓക്കെ. അങ്ങനത്തെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? വലുതും ചെറുതൊക്കെ മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? 2 പേന കയ്യിൽ കൊടുത്തിട്ട് വലുതേത് ചെറുതേത് എന്ന് പറയാൻ സാധിക്കും. 2 പേന കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? ഒരു ചെറിയ ബോളോ അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടി വലിയൊരു ബോള്, നല്ല കളറുള്ള മറ്റൊരു ബോളും കൂടി വെക്കുമ്പോ കുഞ്ഞപ്പോ ആ വലിയ വസ്തുവിലായിരിക്കും ആദ്യം നോക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. പിന്നീട് എന്താണ്? ആ കുഞ്ഞ് തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നീട് കാണുമ്പോൾ അത് മനസ്സിലാവും അത് ഷോർട്ട് ആണ്, ഇത് ടോൾ ആണെന്നുള്ള വ്യത്യാസം, ആ ഡിഫറൻസ് കുഞ്ഞിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൊടുക്കുമ്പോൾ പറയൂലേ, അയ്യോ ഇത് ചെറുതാണ്, ഇത് വേണ്ടാന്ന് കുഞ്ഞ് പറയും. വലുത് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ആ വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് കുട്ടികൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഡോള് കൊടുക്കുമ്പോ ഉണ്ടാവാറുണ്ട്. പാവ കൊടുക്കുമ്പോ ചെറുത് വേണം. കുറച്ചുകൂടി വലിയ പാവ വേണം എന്നുള്ളൊരു വാശി പിടിക്കും അല്ലെ? അവർക്കറിയാം വലുതിനാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ആ കുട്ടികൾക്കുള്ളത്. അപ്പൊ അത് വലുത് ചെറുതെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് എന്താണ് തിരിച്ചറിയാനുള്ള ഒരു ശേഷി, ഒരു എബിലിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ. They also include spatial terms such as above and below, near, far, their speech. പിന്നെ എന്തൊക്കെ ടേംസുകൾ അവർ അതിൽ ഉൾപ്പെടുത്തും അവരുടെ വർത്തമാനത്തില്? എബവ് മുകളില്, താഴെ, അടുത്ത്, അകലെ എന്നൊക്കെ ഉള്ളത് തിരിച്ചറിയാൻ. ഇപ്പൊ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതിൽ കുഞ്ഞിനെ അറിയാൻ പറ്റും. അമ്മ ദൂരെയാണെങ്കിൽ അകലെയാണ് അമ്മ നിൽക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് സ്പേഷ്യൽ ആയിട്ടുള്ള വ്യത്യാസം കുഞ്ഞിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. അപ്പൊ എന്റെ അമ്മ അവിടെ ദൂരെ നിൽക്കുവാണ് എന്നുള്ളത് കുഞ്ഞ് എന്താണ് അവിടെ നീങ്ങി നിൽക്കുവാണ്. ദൂരമാണെങ്കിൽ അടുത്താണെങ്കിൽ അടുത്ത്, കുഞ്ഞിന് ആ ഒരു ഡിഫറൻസസ് കുഞ്ഞിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സ്മോളും ഷോർട്ടും തിരിച്ചറിയുന്നത് പോലെ തന്നെ എന്താണ് അകലെയാണോ അടുത്താണോ മുകളിലാണോ താഴെയാണോ എന്നൊക്കെ കുഞ്ഞിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മളോട് മുകളിലിരിക്കുന്ന കളിപ്പാട്ട് എടുത്തു തരാനായിട്ട് കുഞ്ഞ് പറയും അല്ലെ? അപ്പൊ അതിനത് മുകളിലാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ കുഞ്ഞങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ പറയും അല്ലെ? Okay. The language children use clearly reflects the level of the cognitive development. Children in 3 to 6 year age group don't understand about things that they touch. ഇനി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലെ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളില് അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്? അവരുടെ ഇന്ദ്രിയങ്ങൾ അല്ലെ? ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? കണ്ണ്, കൈ, ചെവി, കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, ടങ്ക്, വായ. അതായത് അവര് അവര് മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ടച്ച്, സീ, ഹർ ഓർ എക്സ്പീരിയൻസ് ത്രൂ ദിയർ സെൻസ് അല്ലെ? അവരുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് അവർക്കുണ്ടാകുന്ന ബോഡി ഫീലിങ്സ്, ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റു വ്യത്യാസങ്ങളൊക്കെ കുട്ടികൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവരുടെ സെൻസിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടാണ് കുഞ്ഞിന് തൊടുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. It cannot understand or talk about abstract things such as honesty. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ്
ഇത്തരത്തിലുള്ള ഒരു കഴിവല്ലാതെ തന്നെ മറ്റ് സത്യസന്ധത, ഓണസ്റ്റി അതുപോലത്തുള്ള കാര്യങ്ങളൊന്നും അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും തിങ്കിങ് എബിലിറ്റി ഒന്നും ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. അതായത് സത്യസന്ധത പോലുള്ള അമൂർത്തമായിട്ടുള്ള വികാരങ്ങളൊന്നും ആ കുട്ടികളിലെ ഈ 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള ഒരു കാലഘട്ടത്തില് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കോ? ഇല്ല. കണ്ട് മനസ്സിലാക്കാനും ഒബ്ജക്ട്സുകളെ തിരിച്ചറിയാനും അത് ഉപയോഗിച്ചിട്ട് അവർ ഫീൽ ഫ്രീ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ കുട്ടികളുടേത് അല്ലെ. അവർക്ക് വലിയ വലിയ കാര്യങ്ങളോ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറയാനോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആ ഒരു കാലഘട്ടത്തിലെ കുട്ടികളില് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് അവരെ കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത്. ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണ്? 3 to 6 years ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളില്. ഓക്കെ, ഇനി ജെറോമസ് ബ്രൂണർ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. എന്താണ് അദ്ദേഹം പറയുന്നത്? ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ? അക്കോർഡിംഗ് ടു ജെറോമസ് ബ്രൂണർ, one's intellectual ability evolves as a result of maturation, training, experiences through a series of the sequential stages. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെയാണ് ഒരാളുടെ ഭൗതിക വികാസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? അയാള് പക്വത കൈവരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടാവുന്ന ട്രെയിനിങ്ങിലൂടെ, പരിശീലനങ്ങളിലൂടെ, എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലൂടെ എന്നീ 3 സ്റ്റേജസിലൂടെയാണ് ഒരു വ്യക്തിയിൽ എന്തുണ്ടാവുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് ജെറോമസ് ബ്രൂണർ ഡിഫൈൻ ചെയ്യുന്നത്. എഴുതിയെടുക്കാൻ പറഞ്ഞുതരോ? പറഞ്ഞു, നോട്ട് ചെയ്തോളൂ. അക്കോർഡിംഗ് ടു ജെറോമസ് ബ്രൂണർ, ജെറോം കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ടാണോ? എസ് Brunner. ഓക്കെ. Jeromus Brunner, once, O-N-E-S, once intellectual evolves. One intellectual ability evolves. Involves the E-V-O-L-V-E-S. E-V-O-L-V-E-S. Evolves as a result of maturation. മനസ്സിലായില്ല. ആ ലാസ്റ്റ് വാക്ക് എന്താണ്? റിസൾട്ട് ഓഫ് As a result of maturation. Yes, M-A-T-U-R-A-T-I-O-N, maturation, comma, training and experiences. Maturation, comma, training and experiences through T-H-R-O-U-G-H, through a series of the sequential stages. S-E-Q-U-E-N-T-I-A-L, sequential. S-E-Q-U-E-N-T-I-A-L, sequential stages of their sequential stages. ഒന്നുകൂടി പറയാം. According to Jeromus Brunner, one's intellectual ability evolves as a result of maturation, training and experiences
and experiences through a series of their sequential stages. Through a series of the sequential stages. ഒരാളില് അതിന്റെ മീനിങ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഒരാളില് വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അയാളില് പക്വത കൈവരിക്കുന്നതിലൂടെയും പരിശീലനത്തിലൂടെയും അനുഭവങ്ങൾ മൂലമാണ് എന്തുണ്ടാകുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അദ്ദേഹത്തില് ഉണ്ടാകുന്നത്. അത് പ്രധാനമായും 3 സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. ഇത് 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒരു വ്യക്തിയില് 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഒരാളുടെ വൈജ്ഞാനിക വികാസം രൂപപ്പെടുന്നത് പക്വത വർദ്ധിക്കുന്നതിലൂടെയും അതുപോലെ പരിശീലനം, അനുഭവങ്ങൾ എന്നീ ഈ 3 സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. സീക്വൻഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പക്വത, പരിശീലനം, അനുഭവങ്ങൾ. മെച്ചുറേഷൻ, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോ 3 സ്റ്റേജസിന് അദ്ദേഹം 3 പേരുകൾ ഇട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ സീക്വൻഷ്യൽ സ്റ്റേജസിന്റെ 3 പേരുകളിലൂടെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? enactive stage, iconic stage, symbolic stage. തോമസ് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഘട്ടങ്ങളെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? enactive stage, iconic stage, symbolic stage. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഘട്ടം നമുക്ക് നോക്കാം. enactive stage എന്താണ്? പ്രവർത്തന ഘട്ടം. enactive stage എന്ന് പറഞ്ഞാല് പ്രവർത്തന ഘട്ടം. നോട്ട് ചെയ്യാട്ടോ, പ്രവർത്തന ഘട്ടം. This stage is characterized by the children's description of things and events in terms of suitable motor response activities. In this stage, the child knows the world only through the medium of operation, not through the words or images. For example, the infant understands his environment by touching, biting and grasping. എന്താണ് enactive stage? ഒരു പ്രവർത്തന ഘട്ടം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? enactive stage അഥവാ പ്രവർത്തന ഘട്ടം. ഇവിടെ എങ്ങനെയാണ് ഒരു കുട്ടി എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? കുട്ടി വേർഡ്സോ ഇമാജസോ വഴിയല്ല കുട്ടി ആ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എങ്ങനെയാണ്? എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? infant understand his environment by touching, biting and grasping. കുട്ടി എങ്ങനെയാണ്? വൈജ്ഞാനിക അനുഭവങ്ങൾ കുട്ടി എങ്ങനെയാണ്? ലോകത്തിലെ ആംഗ്യങ്ങളിലൂടെയാണ്, അല്ലെ, ആക്ഷൻസിലൂടെയാണ് കുട്ടികള്, അല്ലെ, എല്ലാവർക്കും ഉണ്ടാവുന്ന ടച്ചിങ്സ്. ബൈറ്റിംഗ് എന്താണ്? ബൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കടിക്കുന്നു. ഗ്രാസ്പ് ചെയ്യാന്ന് എന്താ? മനസ്സിലാക്കുന്നു, അല്ലെ, ഗ്രഹിക്കുന്നു, അല്ലെ. എന്താണ്? ചുറ്റുമുള്ള ചുറ്റുപാടിനെ കുഞ്ഞ് കുറെ ആക്ഷൻസിലൂടെയും അതുപോലെ തന്നെ തൊട്ടും തലോടെയൊക്കെ അറിഞ്ഞൊക്കെയാണ് കുഞ്ഞ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജസില്. അവരുടെ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ ആണ്, അല്ലെ. ആദ്യങ്ങളിലൂടെയാണ് കുഞ്ഞ് ആദ്യമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. അതായത് കുട്ടി ആക്ഷൻസിലൂടെ, വൈജ്ഞാനികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, ആക്ഷൻസിലൂടെയാണ് കുട്ടി തന്റെ ലോകത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയല്ല ആദ്യത്തെ ഒരു സ്റ്റേജസില് കാണിക്കുന്നത്? ആദ്യത്തെ ഒരു കാലഘട്ടത്തില്. യെസ്, അതാണ് enactive സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്? ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടി ലോകത്തെ തിരിച്ചറിയുന്നതെന്നാണ് പറയുന്നത്? ആക്ഷൻസിലൂടെ. ടച്ചിങ്, ബൈറ്റിംഗ് ആൻഡ് ഗ്രാസ്പിംഗ് ഇവയിലൂടെയാണ് കുഞ്ഞ് വാക്കുകളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ അല്ല, പക്ഷെ അതിന് പകരം എന്താണ്? ഇമാജസിലോ വേർഡ്സിലോ അല്ല കുട്ടി തിരിച്ചറിയുന്നത്, ആക്ഷൻസിലൂടെയാണ് ആദ്യത്തെ ഘട്ടത്തില് കുഞ്ഞ് കാര്യങ്ങള് തിരിച്ചറിയുന്നത്, അല്ലെ.
Then ആദ്യം കാണുന്ന സമയത്ത് കുഞ്ഞൊന്ന് കൈ വെക്കുന്നു അല്ലെ, ജസ്റ്റ് ഒന്ന് കൈ വെക്കുന്നുണ്ടാവും, അതൊരു ആക്ഷൻ ആണ്, അല്ലെങ്കിൽ കൈ ചപ്പുന്നു ആക്ഷൻ ആണ്. കുറച്ചും കൂടി സ്റ്റേജ് ഡെവലപ്ഡ് ആവുന്ന സമയത്താണ് ഈ കൈ വെക്കുന്നതിലൂടെ കുഞ്ഞ് എന്താണ് ടാറ്റ തരുന്നത് അല്ലെ. അത് കുഞ്ഞ് കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് കുഞ്ഞ് ആ ഒരു നെക്സ്റ്റ് പ്രവർത്തനമാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കായിരിക്കും അത് ബൈ ആണെന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവും. ആദ്യത്തെ പ്രാവശ്യം തന്നെ കുഞ്ഞ് കൈ വെക്കുമ്പോൾ ടാറ്റ എന്ന് പറഞ്ഞ് കാണിക്കോ? ഇല്ല. കുഞ്ഞ് ചിലപ്പോൾ കൈ കാലൊക്കെ ഇങ്ങനെ പല ആക്ഷൻസിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും. ഓരോ സ്റ്റേജ് കഴിഞ്ഞനുസരിച്ചിട്ടാണ് കുട്ടിയിലെ ബോഡിയിലും അതുപോലെ തന്നെ ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇനാക്റ്റീവ് സ്റ്റേജിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞ് ആംഗ്യങ്ങളിലൂടെ അഥവാ ആക്ഷൻസിലൂടെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ആദ്യ സ്റ്റേജ് ആയിട്ട് ജെറോമസ് സ്പ്രൂണർ കണക്കാക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് മനസ്സിലായോ? അപ്പോ എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാല്? ആക്ഷനിലൂടെ കുഞ്ഞ് മനസ്സിലാക്കുന്നു. യെസ്, representation of knowledge through actions. Representation of inactive stage ന്റെ നേരെ എഴുതി വയ്ക്കുക, representation of knowledge through actions. എങ്ങനെയാണ് കുട്ടി നോളജ് മനസ്സിലാക്കുന്നത്? ആക്ഷൻസിലൂടെയാണ് കുട്ടി ആദ്യം. യെസ്, representation of knowledge, representation of knowledge through actions. Representation of knowledge through actions. Inactive stage എന്ന് പറയുന്നത് എന്താണ്? Representation of knowledge through actions. കുട്ടി ആദ്യം ആംഗ്യങ്ങളിലുള്ള ആക്ഷൻസിലൂടെയാണ് കുഞ്ഞ് ആദ്യം എന്ത് അവരുടെ വികാസം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യങ്ങള് തിരിച്ചറിയുന്നത് ആക്ഷൻസിലൂടെയാണ് കുട്ടി ആദ്യം മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ്, ബിംബനഘട്ടം. ഐക്കോണിക് സ്റ്റേജ്, ബിംബനഘട്ടം. ഐക്കോണിക് സ്റ്റേജ് അഥവാ ബിംബനഘട്ടം. മലയാളം വാക്ക് മനസ്സിലായില്ല, എന്ത് ഘട്ടം? ബിംബനഘട്ടം, ബിംബം, ബിംബം. ബിംബനഘട്ടം. The stage is characterized by child description of things and events in terms of audiovisual images or mental pictures. In the stage, information is gained by imaginary, and the child is prisoner of his affective world. എന്താണ് ഐക്കോണിക് സ്റ്റേജ് എന്ന്? ബിംബനഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തില്, ഈ ഒരു ടൈമില് കുഞ്ഞ് എങ്ങനെയായിരിക്കാം നോളജ് അക്യൂർഡ് ചെയ്യുന്നത്? കണ്ടുകൊണ്ടായിരിക്കാം. ഓഡിയോ വിഷ്വൽ ഇമാജസിലൂടെ അല്ലെ, ചിത്രങ്ങളിലൂടെയാണ് കുഞ്ഞ് അല്ലെ, പിക്ചേഴ്സിലൂടെയാണ് കുഞ്ഞ് അറിവ് സാരാംശിച്ചെടുക്കുന്നത് അല്ലെ. ബിംബനഘട്ടത്തിൽ ഐക്കോണിക് സ്റ്റേജിൽ എങ്ങനെയാണ് കുട്ടി എന്താണ് നോളജ് അക്വയർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇമാജസിലൂടെ, ചിത്രങ്ങളിലൂടെ കണ്ടു മനസ്സിലാക്കുന്നു അല്ലെ. കോഴിയുടെ പിക്ചർ, പൂച്ചയുടെ പിക്ചർ, ഇതാണ് representation of knowledge through images. ഇമാജസിലൂടെയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത്. കുട്ടി ഇമാജസിലൂടെ, പിക്ചേഴ്സിലൂടെയാണ് കുട്ടി അറിവ് നേടുന്നത്. അവരിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഐക്കോണിക് സ്റ്റേജ് ആണ്. കുട്ടി ഇമാജസിലൂടെ, പിക്ചേഴ്സ് കാണുന്നതിലൂടെയാണ് കുട്ടി എന്ത് മനസ്സിലാക്കുന്നത്? ആ പിക്ചേഴ്സിലൂടെ ഇമാജസ് കാണുമ്പോൾ, അതായത് ഇമാജസിൽ ഇപ്പൊ പൂച്ചയുടെ ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ കോഴി, താറാവ്, പശു എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ കാണുമ്പോൾ അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. നമ്മള് വീഡിയോസിലൊക്കെ കാണാറില്ലേ, ഒരു കുട്ടി, വളരെ തീരെ കുഞ്ഞു കുട്ടികള് പ്ലക്കാർഡ്സില് ഓരോ പിക്ചേഴ്സ് കാണിക്കുമ്പോൾ അതിന്റെ പേരുകൾ പറയുന്നത് കണ്ടിട്ടില്ലേ വീഡിയോസില്? കണ്ടിട്ടില്ലേ നമ്മള്? ഇപ്പൊ ഒരുപാട് ആ ഒരു ടാലന്റ് ഒരുപാട് കുട്ടികൾക്കുണ്ട്. കുറച്ചുകൂടെ അത് പാരന്റ്സ് അതിനെ ട്രെയിൻ ചെയ്ത് എന്താണ് നമ്മള് ഏതെങ്കിലും ഷോസിലൊക്കെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ വലിയ വലിയ ചിലപ്പോ പിക്ചേഴ്സ് വലിയ ചെറിയ പൂച്ച പട്ടി മാത്രമല്ല, അല്ലാതെ വലിയ വലിയ ആൾക്കാരെ അല്ലെ, പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ കുട്ടി ആ പേര് പറയുന്നു അല്ലെ, അല്ലെങ്കിൽ തൊട്ട് കാണിക്കുന്നു. അബ്ദുൽ കലാം ഏതാന്ന് ചോദിക്കുമ്പോൾ പേര് പറയല്ല കേട്ടോ, സോറി, കുട്ടി തൊട്ട് കാണിക്കുന്നു. ഗാന്ധിജിയുടെ പേര് പറയുമ്പോൾ പിക്ചർ തൊട്ട് കാണിക്കും അല്ലെ. അത് പിക്ചറിലൂടെ കുട്ടിക്ക് മനസ്സിലാകും, പറഞ്ഞു കൊടുത്ത് കുഞ്ഞിനത് മനസ്സിലാക്കും.
അപ്പൊ ഐക്കോണിക് സ്റ്റേജിൽ എന്താണ് കുഞ്ഞ് എങ്ങനെയാണ് നോളജ് അക്വയർഡ് ചെയ്യുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ്. ആദ്യത്തെ സ്റ്റേജിൽ എന്തായിരുന്നു? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. ആദ്യം കുട്ടി ആക്ഷൻസിലൂടെ ആയിരുന്നു അല്ലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്? ഇമാജസ് കണ്ട്, ചിത്രങ്ങൾ കണ്ട് കുഞ്ഞിന് മനസ്സിലാകാൻ തുടങ്ങി. അതാണ് ഐക്കോണിക് സ്റ്റേജ് അഥവാ ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ക്ലിയർ ആണോ? അതെ. യെസ്. നെക്സ്റ്റ് സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ്. മിസ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ എന്താണ്? ഇമാജസ്. തേർഡ് സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ് കേട്ടോ. മിസ് ഈ സിംബോളിക് സ്റ്റേജിന്റെ ആ മലയാളം വേർഡ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ. പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടം. നോളജ് ത്രൂ ഇമേജ് ആണ്. Yes, yes, images. Representation of knowledge through images. Okay, ini symbolic stage. എന്താണ് symbolic stage? Symbolic stage, during this stage, symbolic representation in the form of words, symbols, and other imaginary abstract phenomena take the place of motor activities and audiovisual images. Here, the child uses the symbolic activities such as language and mathematics. Symbolic stage in the പ്രത്യേകത എന്താണ്? ഈ ഘട്ടത്തിൽ എന്താണ് കുട്ടി അക്വയർ ചെയ്യുന്നത്? ഒന്നാം ഘട്ടത്തില് symbolic representation in the form of വാക്കുകള് word. ഒക്കെ മനസ്സിലാക്കുന്നു. ഓരോ ചിഹ്നങ്ങളൊക്കെ സിമ്പിൾസ് സിംബൽസുകൾ മനസ്സിലാക്കുന്നു, വേർഡ്സ്, ദെൻ ഇമാജസുകൾ കണ്ട് അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. പിന്നെന്താ? മോട്ടോർ ആക്ടിവിറ്റീസ്, വിഷ്വൽ ഇമാജസ്, ഓഡിയോ വിഷ്വൽ ഇമാജസ്. എന്താണ്? കുഞ്ഞ് കണ്ടും കേട്ടും ഒക്കെ എന്താണ് അത് തിരിച്ചറിയുക. എന്താണ് ഇപ്പൊ കോഴിയുടെ ഒരു കോഴി മുറ്റത്ത് നടക്കുന്നു എന്ന് വിചാരിക്കാം, വീട്ടുവളപ്പിൽ ഒരു കോഴി നടക്കുന്നു എന്ന് വിചാരിക്കാം. അതിനാദ്യം കുഞ്ഞ് ശ്രദ്ധിക്കുന്നു. പിന്നീട് എന്താണ്? പിന്നീട് അതിന്റെ ശബ്ദം കേൾക്കുമ്പോ അത് കുഞ്ഞു കോഴീനെ കാണുന്നു അല്ലെ, കോഴി ചുറ്റും നടക്കുന്നത് കാണുന്നു. പിന്നീട് ഒരു പ്രാവശ്യം അതിനെ ഒബ്സർവ് ചെയ്തതിനു ശേഷം എന്താണ്? അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ അല്ലെ, കൊക്കരക്കോ എന്നൊരു ശബ്ദം കേൾക്കുമ്പോ കുട്ടിക്ക് മനസ്സിലാവുന്നത് അത് കോഴിയാണെന്ന് വ്യക്തമായിട്ട് കുഞ്ഞിന് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയല്ലേ? കേൾക്കുന്നില്ലേ? ഒരിക്കലും കൂടെ ആ എക്സാമ്പിൾ ഒന്ന് പറയാം, ക്ലിയർ ആയില്ല വോയിസ്. എക്സാമ്പിളോ? ഒരു നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു കോഴി നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. കോഴി വീട്ടുവളപ്പിൽ നടക്കുമായിരിക്കും. കുട്ടി അതിനെ ഒബ്സർവ് ചെയ്ത്, അതിന് കോഴിയാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞ് അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് അപ്പൊ ആ ഒരു സമയത്ത് കോഴിയുടെ ശബ്ദമൊക്കെ കുട്ടി കേട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. പിന്നീട് ഒരു സമയത്ത് കോഴി കരയുന്ന സമയത്ത്, അല്ലെങ്കിൽ കോഴി കൊക്കരക്കോന്ന് നിലവിളിക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവുന്നു ആ കരയുന്നത് കോഴിയാണ്, അവിടെ ഉള്ളത് കോഴിയാണ്. കുഞ്ഞിന് ആ ശബ്ദം കേട്ട്, കാരണം ഓഡിയോ വിഷ്വൽ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ, ഓഡിയോ കേട്ടിട്ട് കുഞ്ഞിന് മനസ്സിലാവുന്നത് കോഴിയാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? പൂച്ച കരയുന്ന സമയത്ത് അത് പൂച്ചയാണ് അല്ലെ. അല്ലെങ്കിൽ അമ്മ വിളിക്കുന്ന സമയത്ത് എന്താണ്? അമ്മയാണ് എന്നെ വിളിക്കുന്നത്, അച്ഛനാണ് എന്നെ വിളിക്കുന്നത്, ചേട്ടനാണ് എന്നെ വിളിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്ന ഒരു കാലഘട്ടമാണ്, സ്റ്റേജ് ആണ്. അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. ചിലപ്പോ കോഴിയുടെയും പൂച്ചയുടെയും ഒക്കെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സിംബോളിക് സ്റ്റേജസിലാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ചില മാത്തമാറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ കുട്ടികളെ എണ്ണാനൊക്കെ പഠിക്കില്ലേ, 1 to 3 മുതൽ 10 വരെ എണ്ണും
എണ്ണാനും പഠിക്കും. അതുപോലെ തന്നെ എന്താണ് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഇപ്പോ കലണ്ടറിലൊക്കെ കാണിച്ചു കൊടുക്കുന്നത് 1 ആണ് 2 ആണ് 3 ആണെന്ന് കുട്ടികൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഒരു സിംബോളിക് സ്റ്റേജിന്റെ കാലഘട്ടത്തിലാണ് കുട്ടികള് അതൊക്കെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കില്ലേ, നമ്പേഴ്സ്. പിന്നെ എന്താണ് ഒരു പേന കൊടുത്തിട്ട് 2 പേനയൊക്കെ കൊടുത്തിട്ട് അത് എണ്ണാനായിട്ട് നമ്മൾ പറയും അല്ലെ. അല്ലെങ്കിൽ ഒരു 10 അഞ്ചാടിക്കൊരു ഒരു മിഠായിയൊക്കെ കൊടുത്തിട്ട് അത് എണ്ണാനൊക്കെ പറയും. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതൊക്കെ ഏത് സ്റ്റേജസിലാണ്? ഈ ഒരു സിംബോളിക് സ്റ്റേജസിലാണ്. ഓക്കെ, കൃത്യമായി അവര് എണ്ണാൻ പഠിക്കുന്നു. ആ ഒരു സമയമൊക്കെ എന്താണ് ഈ ഒരു സിംബോളിക് സ്റ്റേജസിലാണ്. നിങ്ങളുടെ വീട്ടില് കുട്ടികളുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ? അറിയാം മിസ്. അറിയാം മിസ്. ഓക്കെ, അപ്പൊ സിംബോളിക് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് വേർഡ്സ് and symbols describe experiences. Yeah, symbolic stage എന്ന് പറഞ്ഞ എന്താണ്? use of words 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 and other symbols. Use of words words use of words and other symbols and other symbols to describe experiences. To describe experiences. കുട്ടിയെ കോഴി എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അതിന്റെ ശബ്ദം കേൾക്കുമ്പോ എന്താണ്? കുട്ടിക്ക് അത് കോഴിയാണെന്ന് തന്റെ എക്സ്പീരിയൻസിലൂടെ കുഞ്ഞത് മനസ്സിലാക്കുന്നു. അതാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, കാണാനും കണ്ടും കേട്ടും ഒക്കെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്നൊരു ഘട്ടം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ബ്രൂണറിന്റെ 3 ഘട്ടങ്ങൾ എന്ന് പ്രവർത്തന ഘട്ടം 3 സീക്വൻസ് സ്റ്റേജസ് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. യെസ്, എനാക്റ്റീവ് സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? representation of knowledge through actions. ആംഗ്യത്തിലൂടെ ആക്ഷൻസിലൂടെയാണ് കുട്ടികളിലെ നോളജ് അക്യൂർഡ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്റ്റേജിലെ പ്രവർത്തന ഘട്ടത്തില് ആക്റ്റീവ് സ്റ്റേജസില്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Representation of knowledge through images. ഇമേജസിലൂടെ മനസ്സിലാക്കുന്നത്. ഇമാജസിലൂടെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ കുഞ്ഞ്. ഈ സ്റ്റേജ് ഒരേ ഓർഡർ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാൻ പാടില്ല. ഒരേ ഓർഡറിൽ തന്നെയാണ് എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. എനാക്റ്റീവിന്റെ ഇടയിൽ ആ സിംബോളിക് ഒന്നും കൊണ്ട് എഴുതി വെക്കരുത് കേട്ടോ. ഇത് 3ഉം ഒരേ ഒരു ഓർഡറിലാണ്. സീക്വൻഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. ഒരേ ഓർഡറിലാണ് അദ്ദേഹം ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓക്കെ, സിംബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് അതർ സിംബൽസ് എക്സ്പീരിയൻസസ് ടു ഡിസ്ക്രൈബ് എക്സ്പീരിയൻസസ്. ഓക്കെ, ഇതാണ് പ്രതിരൂപാത്മക. ഇനി ഒരു കാര്യം കൂടി പറയാം. സിംബോളിക് സ്റ്റേജ് ആണ് ഏറ്റവും ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സിംബോളിക് സ്റ്റേജ് ആണ് കേട്ടോ. സിംബോളിക് സ്റ്റേജ് ഈസ് കൺസിഡർഡ് ആസ് ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ബ്രൂണേഴ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലേക്ക് എടുക്കുന്നത് സിംബോളിക് സ്റ്റേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് കുട്ടി എല്ലാവിധ തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. സിംബൽസ് കാണാനും ഓഡിയോ വിഷ്വലൈസ് കണ്ട് മനസ്സിലാക്കാനും കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാം കൊണ്ടും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ്, സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എന്താണ് ഹയസ്റ്റ് പൊസിഷനിലാണ് സിംബോളിക് സ്റ്റേജിന് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് തിയറിയില്. ഈ കോഗ്നിറ്റീവ് തിയറിയുടെ പല സൈക്കോളജിസ്റ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പല സ്റ്റേജസ്, ചിലരിലെ 5-6 സ്റ്റേജസ് ഒക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള തിയറീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബ്രൂണറിന്റെ തിയറി മാത്രമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾ PDF-ൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രത്യേക കാലമൊന്നുമില്ലല്ലോ. കുട്ടി ജനിച്ചത് തൊട്ടിട്ട്
സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? ആ അതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്. ആക്ഷൻസ് കുഞ്ഞ് ജനിക്കുന്ന കാലഘട്ടത്തിലല്ല ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീടുള്ള ഘട്ടത്തിലാണ് കുഞ്ഞ് ഓരോ ഇമാജസ് കണ്ടതൊക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷമാണ് എന്ത് ഓഡിയോ വിഷ്വലൈസസും സിംബൽസുകളൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് എണ്ണാനും അതുപോലെ ഓരോന്ന് തിരിച്ചറിഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ കുട്ടി പഠിക്കുന്നത് മൂന്നാമത്തെ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കുട്ടികള്? അതെ മിസ്സേ. അതെ. അപ്പൊ കോഗ്നിറ്റീവ് സ്റ്റേജസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്കിനി? 3 സ്റ്റേജസ് ക്ലിയർ ആണോ? ടീച്ചറെ ഒരു സംശയം, സിംബോളിക് സ്റ്റേജിന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ എഴുതിക്കൂടെ? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ സിംബൽസ്, വേർഡ്സ്, ഓഡിയോ വിഷ്വൽസ്, അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെയായാലും എഴുതിക്കോ കേട്ടോ. ഓക്കെ. റെപ്രസെന്റേഷൻ ഓഫ് സിംബൽസ് എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ശരി. സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏത് സ്റ്റേജിലാണ് അത് സിംബോളിക് സ്റ്റേജ്. ഇനി നമുക്ക് ഡിഫറൻസ് മെക്കാനിക്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ടായിരിക്കും ഇതിലും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അങ്ങനെയായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസ് വരുന്നത്. കുട്ടി ഡയഗ്രാംസും അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻസ്, സിംബൽസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടം ഏത് കാലഘട്ടമാണ്, ഏത് സ്റ്റേജ് ആണെന്ന് ചോദിക്കുമ്പോൾ 3 സ്റ്റേജ് തന്നിട്ടുണ്ടാവും. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും തരുന്നത് കേട്ടോ. അപ്പൊ ഏത് ഘട്ടത്തിലാണ് കുട്ടി സിംബൽസുകൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആക്ഷൻസ് കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, അങ്ങനെ രീതിയിലുള്ള എക്സാമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 3 സ്റ്റേജ് വ്യക്തമായി അറിഞ്ഞാൽ മാത്രം നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതെ മിസ്, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ്